നമസ്തേ. നമ്മൾ ഇവിടെ 10th ICSE ജാവ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അതിലെ ഫോർ ലൂപ്പ് വൈല് ഡു വൈൽ അത് കൺവേർട്ട് ചെയ്യുന്നതും ആ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്കിത് ഓരോന്നും നോക്കാം. ഫസ്റ്റ് ഫോർ ലൂപ്പ് നമ്മൾ ഈ ഫോർ ലൂപ്പ് പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഫോർ ലൂപ്പിന് ഒരു 3 പാർട്ട്. ആ സെമിക്കോളൻ 2 സെമിക്കോളൻ ഇട്ടിട്ട് അത് 3ആയിട്ട് ഭാഗിച്ചിരിക്കും. അതിൽ ആദ്യത്തെ ഭാഗം ഇനിഷ്യലൈസേഷൻ, രണ്ടാമത്തെ ഭാഗം ചെക്കിംഗ് കണ്ടീഷൻ, മൂന്നാമത്തേത് ഇൻക്രിമെന്റിങ് ഓർ ഡിക്രിമെന്റിങ്, നമുക്ക് അപ്ഡേഷൻ എന്ന് പറയാം. ഇതാണ് 3 ഭാഗം. ഇത് വൈൽ ലൂപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വൈൽ ലൂപ്പിൽ നമ്മൾ ആ ഇനിഷ്യലൈസേഷൻ എടുത്ത് വൈൽ ലൂപ്പിന് പുറത്തിടും, അത് ഇനിഷ്യലൈസ് ചെയ്യും. ചെക്കിംഗ് കണ്ടീഷൻ വൈൽ ലൂപ്പിന് ബ്രാക്കറ്റിലിടും. എന്നിട്ട് അതിന്റെ ബോഡി പാർട്ടിൽ അവസാനം ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ ഇടും, അപ്ഡേഷൻ പാർട്ട് ഇടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ 3 3 ഭാഗത്തായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് വൈൽ ലൂപ്പ് ചെയ്യുന്നത്. മറ്റത് ഫോർ ലൂപ്പിൽ ഒരു കോമ്പാക്ട് ആയിട്ട് ഒരു ഒറ്റ ലൈനിൽ ഇതെല്ലാം എഴുതുമ്പോൾ, വൈൽ ലൂപ്പിൽ ഇനിഷ്യലൈസേഷൻ വൈലിന് മുമ്പ്, വൈലിന്റെ ഇമ്മീഡിയറ്റ് ബ്രാക്കറ്റിൽ അതിന്റെ കണ്ടീഷൻ, അതിന്റെ ആ ബ്ലോക്കിനുള്ളിൽ അതിന്റെ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഭാഗം അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഭാഗം, പിന്നെ ആ അതേ ഫോർ ലൂപ്പിൽ തന്നെ ബ്ലോക്കിൽ കൊടുത്തിരുന്നത് ഇവിടെ ബ്ലോക്കിൽ ഇടുകയും ചെയ്യും. ഇത് നമ്മളൊരു ഡു വൈൽ ലൂപ്പിലേക്ക് പോകുമ്പോൾ ആ വൈൽ ലൂപ്പിന്റെ കണ്ടീഷൻ അവസാനം കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, വൈലും ഡു വൈലും തമ്മിലുള്ള വ്യത്യാസം, ഡു വൈല് ഒരു പ്രാവശ്യം തെറ്റാണെങ്കിലും ലൂപ്പിൽ കയറും. ആ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടേ അത് പുറത്തു വരികയുള്ളൂ, അല്ലെങ്കിൽ ആ ലൂപ്പിൽ കണ്ടിന്യൂ ചെയ്യുള്ളൂ. അതാണ് ഈ വൈലും ഫോറും തമ്മിലുള്ള വ്യത്യാസം. മറ്റത് ഫോർ ലൂപ്പും വൈലും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ, ഫോർ ലൂപ്പ് കുറച്ചുകൂടെ കോമ്പാക്റ്റാ. നമുക്ക് ഒരല്പം കൂടെ ചെറിയ ചേഞ്ചസ് ഉള്ള, ആ കോമ്പാക്റ്റ് അല്ലാത്ത ചെറിയ ചില ചേഞ്ചുകൾ വേണ്ട ഒരു കേസിലാണ് നമ്മൾ ഈ വൈൽ ലൂപ്പാണ് ഉപയോഗിക്കുന്നത്, ഫോർ അല്ല. ഫോർ ആകുമ്പോൾ അതിനൊരു ഇനിഷ്യലൈസേഷൻ പാർട്ടും ചെക്കിംഗ് പാർട്ടും അപ്ഡേഷൻ പാർട്ടും എല്ലാം കൂടെ ഒരുമിച്ച് എഴുതി ആ ബ്ലോക്കിൽ എഴുതുക ചെയ്യുന്നത്. വൈൽ ലൂപ്പിൽ നമ്മളിത് 3 സ്ഥലത്തായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുന്നത്. ഡു വൈലിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രാവശ്യം അത് എക്സിക്യൂട്ട് ചെയ്യും വിത്തൗട്ട് ചെക്കിങ്, അവസാനമേ ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ഈ 1 മുതൽ 5 വരെ <5 വരെ പ്രിന്റ് ചെയ്യുന്ന ഫോർ ലൂപ്പ് എഴുതിയിട്ടുണ്ട്, വൈൽ ലൂപ്പ് എഴുതിയിട്ടുണ്ട്, ഡു വൈൽ ലൂപ്പ് എഴുതിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാം നോക്കാം, രണ്ടാമത്തത്. ഇതെന്താ സംഭവം? j - 2 എന്ന് പറഞ്ഞാൽ 2 കുറയുക ചെയ്യുന്നു, ഡിക്രിമെന്റിങ് വെയിലാ പോകുന്നത്. അത് നമ്മൾ അതുപോലെ തന്നെ എഴുതിയിരിക്കുന്ന ഈ വൈൽ ലൂപ്പിൽ നമ്മൾ പറഞ്ഞ അപ്ഡേഷൻ ഭാഗം അവസാനം എഴുതും, അതിന് ഇനിഷ്യലൈസേഷൻ തുടക്കത്തിൽ എഴുതും. ഏതാണ്ട് അതുപോലെ തന്നെ എഴുതിയിരിക്കുന്ന അതിന്റെ ഡു വൈലും നമ്മൾ ശ്രദ്ധിക്കുക. അവിടെ എക്സ്ട്രാ സ്ലാഷ് അവിടെ ശ്രദ്ധിക്കുക. നമ്മൾ ആ വൈൽ ലൂപ്പിന് തൊട്ട് മുമ്പ് ആ അപ്ഡേഷൻ പാർട്ട് കൊടുത്തു. വലിയ വ്യത്യാസമൊന്നുമില്ല. ഡു വൈല് ഇവിടെ ഒരു കാര്യമുള്ളൂ, അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ without checking the value it will go once, after checking it will continue or exit. ഇത് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളതിലൊക്കെ കാണുന്നത്. സം ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതിന്റെ ഒരു വൈൽ ലൂപ്പ് എഴുതുമ്പോൾ നമ്മൾ ആ k ഈസ് ഈക്വൽ ടു 1 എന്നുള്ളത് പുറത്തെടുത്ത് എഴുതി, ആ k ലെസ് ദാൻ 10 ആ ചെക്കിംഗ് കണ്ടീഷൻ വൈലിനകത്ത് എഴുതി. പിന്നെ ഒരു ചെക്കിംഗ് കണ്ടീഷനും കൂടെ ഉണ്ട്, അത് k%2, അതായത് ഈവൻ നമ്പർ ആണോ ചെക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഡു വൈലും വർക്ക് ചെയ്യുന്നത്.
ഇതില് നമ്മൾ ഡു വൈലിൽ നിന്ന് വൈലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് ഡൂവിന്റെ മുകളിൽ എഴുതണം. അത് വൈലിൽ നിന്ന് ഡു വൈലിലേക്ക് കൺവേർട്ട് ചെയ്യും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഏതാണ്ട് അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് എ മുതൽ തുടങ്ങി എയിൽ അവസാനിക്കുന്നു. വൈൽ ലൂപ്പിൽ അത് ചെക്ക് ചെയ്യുന്നുണ്ട് ഇ ലെസ് ദാൻ ഇ ആണോന്ന്. ഇനിഷ്യലൈസ് ചെയ്യുന്ന എ വെച്ചിട്ടാണ്. ആ ഡു വൈലും അങ്ങനെ തന്നെ എഴുതിയിരിക്കും അത്. അപ്പോ ഫോർ ലൂപ്പിന് ആ ഇനിഷ്യലൈസേഷൻ പാർട്ട് ഉണ്ട്, ചെക്കിംഗ് പാർട്ട് ഉണ്ട്, ഇൻക്രിമെന്റിങ് ഡിക്രിമെന്റിങ് അല്ലെങ്കിൽ അപ്ഡേഷൻ പാർട്ട് ഉണ്ട്. അത് നമ്മൾ വൈൽ ലൂപ്പിലേക്ക് എത്തുമ്പോൾ ആ ഇനിഷ്യലൈസേഷൻ എടുത്ത് വയലിന്റെ മുകളിലിടും. ചെക്കിംഗ് പാർട്ട് എടുത്ത് നമ്മൾ വയലിന്റെ ഇമ്മീഡിയറ്റ് ബ്രാക്കറ്റിൽ നോർമൽ ബ്രാക്കറ്റ് ഇടും. അതിന് അപ്ഡേഷൻ പാർട്ട് നമ്മൾ ആ ബ്ലോക്കിനുള്ളിൽ അവസാനം കൊടുക്കും. നമ്മൾ ഫോർ ലൂപ്പിൽ ബ്ലോക്കിൽ എന്താണ് എഴുതി അത് തന്നെ ഇവിടെ എഴുതും. ഡു വൈലിൽ എത്തുമ്പോൾ തുടങ്ങുന്ന ഡൂയിലാണ് ചെക്കിംഗ് കണ്ടീഷൻ എഴുതുന്ന അവസാനം എഴുതുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിത്തൗട്ട് ചെക്കിംഗ് ഇറ്റ് വിൽ ഗെറ്റ് ഇൻ ടു ദ ലൂപ്പ്. ഒരു പ്രാവശ്യം ശരിയാണെങ്കിലും തെറ്റാണെങ്കിൽ അതിനകത്ത് കയറും. ശരിയാണെങ്കിൽ അതിനകത്ത് കണ്ടിന്യൂ ചെയ്യും, തെറ്റാകുമ്പോൾ പുറത്ത് വരും. അത് തുടങ്ങുമ്പോഴേ തെറ്റാണെങ്കിൽ ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തിട്ട് പുറത്ത്. അപ്പൊ ഇതാണ് ഈ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നമുക്ക് ചെക്കിംഗ് കണ്ടീഷൻ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കാം. ഇവിടെ നോക്കുക, ഇപ്പോ ആ സിസ്റ്റം തൊട്ട് പ്രിന്റ് ലൈൻ കഴിഞ്ഞ് ഒരു ചെക്കിംഗ് കണ്ടീഷൻ ഉണ്ട്. ചെക്കിംഗ് കണ്ടീഷനും ബ്രേക്കും. അപ്പോ ഇനിഷ്യലൈസേഷൻ പാർട്ട് പുറത്ത് എഴുതിയിട്ടുണ്ട്. ചെക്കിംഗ് പാർട്ട് വയലിന്റെ ഇമ്മീഡിയറ്റ് ബ്രാക്കറ്റിലുണ്ട്. ആ അപ്ഡേഷൻ അത് അവസാനിക്കുന്ന തൊട്ട് മുമ്പിൽ എഴുതിയിട്ടുണ്ട്. ആ ഡു വൈലും അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് ആ ഡു വൈലും ഫോർ ലൂപ്പും എഴുതുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, നമുക്ക് ഈ ജാവ എന്ന് എഴുതിയിരിക്കുന്നത് നോക്കാം. സ്ട്രിങ് ജാവ ഉണ്ട്. ഐ ലെസ് ദാൻ ടെക്സ്റ്റ് ലെങ്ത് 0. ആ ടെക്സ്റ്റ് ലെങ്ത് എത്രയാണ് അതുവരെ പ്രിന്റ് ചെയ്യും. അതാണ് വൈൽ ലൂപ്പ് ചെയ്യുന്ന. അതിന്റെ ഫോർ ലൂപ്പ് അങ്ങനെ തന്നെ ഐ ഈക്വൽ ടു 0. എന്നിട്ട് ആ ഓരോ ക്യാരക്ടറിന് ഇടയ്ക്കും ഓരോ ഹൈഫൺ ഇടും. അതാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഒരു ക്യാരക്ടർ എടുക്കും, ആ ടെക്സ്റ്റ് ഡോട്ട് ക്യാരക്ടർ അറ്റ് ഐ, ആ പൊസിഷൻ, അതായത് നമ്മളിത് അറേ പോലെയാണ്. അപ്പോൾ 0th ലൊക്കേഷൻ, ഫസ്റ്റ് ലൊക്കേഷൻ, സെക്കൻഡ് ലൊക്കേഷൻ, അവിടം വരെ അത് പോകും. അതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹൈഫൺ ഇടും. അതാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഡു വൈലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഡു വൈലിലേക്ക് കയറുന്നതിന് മുമ്പ് ടെക്സ്റ്റ് ലെങ്ത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നോക്കിയിട്ട് ഇവിടെ കേട്ടുള്ളൂ. അവിടെ അങ്ങനെ ഒരു ചെക്കിംഗ് ഇല്ല. ആ വൈൽ ലൂപ്പ് ഐ ലെസ് ദാൻ ടെക്സ്റ്റ് ലെങ്ത്, അവിടെ അങ്ങനെ ഒരു ചെക്കിംഗ് ഇല്ല. ഇത് അങ്ങനെയാണെങ്കിലേ ലൂപ്പിൽ കയറുന്നുള്ളൂ. അപ്പോൾ ഒരു ചെറിയ ചേഞ്ച് വന്നു അവിടെ. ഫാക്ടോറിയലിനെ നോക്കാം. ഫാക്ടോറിയൽ കാണുമ്പോൾ 1 മുതൽ 4 വരെയുള്ളതിന്റെ ഫാക്ടോറിയലാണ് കാണുന്നത്. ആ നമ്പറിനെ 1 കൊണ്ട് ആദ്യം ഗുണിക്കും, അതിന് പിന്നെ 2 കൊണ്ട് ഗുണിക്കും, 3 കൊണ്ട് ഗുണിക്കും, 4 കൊണ്ട് ഗുണിക്കും. അപ്പൊ ആ ഗുണിച്ചതെല്ലാം കൂടെ ചേർന്നതാണ് ഫാക്ടോറിയൽ. ഈ അതിന്റെ വൈൽ ലൂപ്പ് അങ്ങനെ തന്നെയാണ്. ഓൾമോസ്റ്റ് സെയിം, ഓൾമോസ്റ്റ് അല്ല സെയിം തന്നെ. ആ വൈലില് ചെക്കിംഗ് കണ്ടീഷൻ നം ലെസ് ദാൻ 4 ഈക്വൽ ടു ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിന്റെ ഈ ചെക്ക് കണ്ടീഷൻ നോക്കാം. ഇവിടെ 2 ചെക്കിംഗ് ഉണ്ട്. ഐ ലെസ് ദാൻ 5 ആൻഡ് നോട്ട് ഫൗണ്ട്. ഇവിടെ ബൂളിയൻ കണ്ടീഷൻ ആണ്, ട്രൂ ഓർ ഫാൾസ് ഉണ്ട്. അങ്ങനെയാണ് ഫോർ ലൂപ്പ് ചെയ്യുന്നത്. നമ്മൾ അതേ കണ്ടീഷൻ എടുത്ത് വൈലിടും. ഐ ലെസ് ദാൻ 5 ആൻഡ് ഐ ഫൗണ്ട്. ഇനിഷ്യലൈസേഷൻ നമ്മൾ വൈലിന് മുകളിൽ കൊടുത്തു. ആ ഇൻക്രിമെന്റിങ് പാർട്ട് നമ്മൾ ആ ലൂപ്പ് തീരുന്നതിന് തൊട്ട് മുകളിൽ കൊടുക്കും. ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഉള്ളത് കൂടെ ഒന്ന് നോക്കിയേക്കാം. അതിലെ ഫോർ ലൂപ്പ് ഐ 5 ലെസ് ദാൻ 5
നോട്ട് ഫൗണ്ട്, രണ്ട് കണ്ടീഷനും ട്രൂ ആണ്. I is equal to 3. അപ്പൊ അതിന്റെ ആ വൈൽ കണ്ടീഷൻ അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാം അതുപോലെ തന്നെ എഴുതിയിരിക്കുന്ന ചേഞ്ചസ് ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വൈൽ ലൂപ്പും ഫോർ ലൂപ്പും ഡു വൈൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും